യൂണിവേഴ്സിറ്റിയുടെ ഒരു പഴയ സിലബസ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്, അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ് എന്ന ഇംഗ്ലീഷ് പേപ്പർ. അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്ത കാലത്ത് മേഴ്സി ചാൻസ് 2022 നടന്നു. അതിന്റെ ഒന്നാമത്തെ ചോദ്യം മുതൽ നമ്മൾ നോക്കുവാണ്. അതിന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഫാലസി അല്ലെങ്കിൽ എന്ന ചോദ്യം. ഫാലസി എന്ന് പറയുന്നത് പല തരത്തിലാണ് നമുക്ക് പറയാൻ കഴിയുക. ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുന്നതിൽ നമുക്ക് പറ്റുന്ന പിഴവിനെയാണ് ഫാലസി എന്ന് പറയുക. ഓക്കെ, ഒരു ആർഗ്യുമെന്റ്, അതായത് ലോജിക്കൽ ഫാലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തിക്ക് നിരക്കുന്ന, റീസണിന് നിരക്കുന്ന കാര്യങ്ങൾ ഇല്ലാതെ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോജിക്കൽ ഫാലസി എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം പ്രിപ്പോസിഷൻ എന്താണ്. അത് ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ, ഓൺ, അറ്റ്, ഫ്രം, ടു, ബിറ്റ്വീൻ, ബിയോണ്ട്, എമംഗ്, അണ്ടർ, ഓവർ, ഒരു ലൊക്കേഷൻ സൂചിപ്പിക്കാൻ, ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കാൻ, ഒരു ടൈം സൂചിപ്പിക്കാൻ, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ മാനർ സൂചിപ്പിക്കാൻ, ഇങ്ങനെയുള്ള വാക്കുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം കാണിക്കുവാൻ prepositions are words, നമുക്ക് അങ്ങനെ പറയാം. Prepositions are words that show the relationship between a noun or pronoun and other words in a sentence. ഒരു വാചകത്തിലെ നൗണും പ്രോനൗണും മറ്റു വാക്കുകളും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്നവയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയാം. അത് പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഉണ്ട്, പ്രിപ്പോസിഷൻ ഓഫ് ലൊക്കേഷൻ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, മാനർ ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അടുത്ത ചോദ്യം MLA ഫോമും APA ഫോമും റഫറൻസ് സൈറ്റേഷനുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. MLA ഫോമും APA ഫോമും. MLA ഫോം മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻകാർ പറയുന്ന ഫോമാറ്റ് ആണ് MLA ഫോമാറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതില് ഒരു സൈറ്റേഷൻ, നമ്മളൊരു കാര്യം റിസർച്ച് പേപ്പർ തയ്യാറാക്കുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് എവിടെ നിന്ന് എടുത്തു എന്നുള്ളത് പ്രധാനമാണ്. PhDക്കൊക്കെ റിസർച്ച് പേപ്പർ തയ്യാറാക്കുമ്പോൾ അതിന്റെ കണ്ടന്റ് നമ്മൾ ഏത് ഓതറുടെ, ഏത് വർഷം പബ്ലിഷ് ചെയ്ത് ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തു എന്നുള്ളത് നമ്മൾ കോട്ട് ചെയ്യേണ്ടതുണ്ട്. സൈറ്റേഷൻ സ്റ്റൈല് എങ്ങനെ വേണം എന്നതിന് പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സൈറ്റേഷൻ സ്റ്റൈലാണ് MLA ഫോം എന്ന് പറയുന്നത്. എംഫസൈസിങ് ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ലാംഗ്വേജ്, ലിറ്ററേച്ചർ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫോമാറ്റാണ് MLA ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അഥവാ APA ഫോർമാറ്റും ഉണ്ട് റഫറൻസ് സൈറ്റേഷൻ നൽകുവാനായിട്ട്, സൈറ്റേഷൻ റെഫറൻസ് നൽകുവാനായിട്ട്. എ സൈറ്റേഷൻ സ്റ്റൈൽ വൈഡ്ലി യൂസ്ഡ് ടു സോഷ്യൽ സയൻസസ്, പ്രത്യേകിച്ച് സമൂഹശാസ്ത്രത്തിലൊക്കെ വ്യാപകമായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് APA സ്റ്റൈലാണ് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോക്കസിങ് ഓൺ ക്ലാരിറ്റി ആൻഡ് കോൺഷ്യസ്നസ്, ക്ലാരിറ്റിക്കും അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്സിനൊക്കെ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ സർവേ, എന്താണ് സർവേ എന്നുള്ള ചോദ്യമുണ്ട്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരിക്കുന്നത്. സർവേ ഈസ് എ റിസർച്ച് മെത്തേഡ് യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ഫ്രം എ സാമ്പിൾ ഓഫ് ഇൻഡിവിജ്വൽസ്. സാമ്പിൾ ഓഫ് ഇൻഡിവിജ്വൽസിന് ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണിത്. ഓഫൺ ത്രൂ ക്വസ്റ്റ്യനേഴ്സ് ഓർ ഇന്റർവ്യൂസ്, ക്വസ്റ്റ്യനറുകളുടെ സഹായത്താൽ, ഇന്റർവ്യൂയുടെ സഹായത്താൽ ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട്, ബിഹേവിയർ, പെരുമാറ്റങ്ങൾ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട്. അടുത്ത ഈഗോസെൻട്രിസം ആണ്. എന്താണ് ഈഗോസെൻട്രിസം? ഈഗോസെൻട്രിസം റെഫേഴ്സ് ടു ദ ടെൻഡൻസി ടു വ്യൂ ദ വേൾഡ് ഫ്രം വൺസ് ഓൺ പെർസ്പെക്റ്റീവ്. ഒരാളുടെ സ്വന്തം കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ നോക്കിക്കാണാനുള്ള ടെൻഡൻസിയാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. ഓഫൺ ലീഡിങ് ടു സെൽഫ് സെന്റേർഡ് തിങ്കിങ്, സ്വയം കേന്ദ്രീകൃതമായ ചിന്തയിലേക്ക് നയിക്കുന്നു. ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് വ്യൂ പോയിന്റ്. അങ്ങനെയുള്ള ആളുകൾ, ഈഗോസെൻട്രിസം ഉള്ള ആൾക്കാർക്ക് മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ്, കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുന്നു. അടുത്തത് ആർട്ടിക്കിൾസ് എന്താണെന്നുള്ളതാണ്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം എ ആൻഡ് ദ, ഇവയെ മൂന്നിനെയുമാണ് ആർട്ടിക്കിൾസ് എന്ന് പൊതുവെ പറയുക. ഇതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നിങ്ങനെ 2 വിഭാഗമുണ്ട്. THE ദ, അതിനെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് നൗണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ സ്പെസിഫിക് നൗൺ. ഇനി എന്നാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ, ആൻ എന്നിവ നമുക്കറിയാം. ഒരു എന്നാണ് ഇതിന്റെ അർത്ഥം, എയുടെ ആണെങ്കിലും ആനിന്റെ ആണെങ്കിലും. ആൻ ഉപയോഗിക്കുന്നത് വവൽ അക്ഷരങ്ങളോ വവൽ സൗണ്ടോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുമ്പിലായിരിക്കും, അല്ലെ? ആൻ ഈഗിൾ, ആൻ എഗ്, ആൻ എലഫന്റ്, ആൻ അംബർല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, എ ബുക്ക്, എ ഡെസ്ക്, എ ബെഞ്ച് എന്നൊക്കെയാണ് പറയുക. എന്തായാലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എ, ആൻ എന്നിവ. എ, ആൻ എന്നിവ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു റെഫർ ടു എ നോൺ സ്പെസിഫിക് നൗൺ. മറ്റേത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് നൗണിനെ റെഫർ ചെയ്യാനാണെങ്കിൽ, വേർതിരിച്ച് മനസ്സിലാക്കുക. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് നോൺ സ്പെസിഫിക് നൗണിനെ, ഒരു നിശ്ചിതമല്ലാത്ത ജനറൽ ആയ ഏതെങ്കിലും ഒരു നൗണിനെ റെഫർ ചെയ്യാനാണ് എ, ആൻ ഉപയോഗിക്കുന്നത്.
ഏഴാമത്തെ ചോദ്യം എൻക്ലോസർ നൊട്ടേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച്. നമ്മളൊരു കത്ത് എഴുതി കഴിയുമ്പോൾ ആ കത്തിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും ഇന്ന ഡോക്യുമെന്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് താഴെ ചുവട് കുറിപ്പായിട്ട് എഴുതി വെക്കില്ലേ, അതിനാണ് എൻക്ലോസർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എൻക്ലോസർ നൊട്ടേഷൻ ഈസ് എ നോട്ട്, അതൊരു കുറിപ്പാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ലെറ്റർ ഓർ ഡോക്യുമെന്റ്, ലെറ്ററിന്റെയോ ഡോക്യുമെന്റിലെ അവസാനമാണ് ഇത് നൽകുക. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് അഡീഷണൽ മെറ്റീരിയൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ലെറ്റർ. ഈ ലെറ്ററിൽ അഡീഷണൽ മെറ്റീരിയൽ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയലാണ്. അടുത്ത ചോദ്യം നോട്ടീസ് എന്താണെന്നുള്ളതാണ്. എ നോട്ടീസ് ഈസ് എ ഫോർമൽ അനൗൺസ്മെന്റ് ഓർ നോട്ടിഫിക്കേഷൻ ഓർ ഓഫൺ യൂസ്ഡ് ടു ഇൻഫോം പീപ്പിൾ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഓർ ചേഞ്ചസ്. സുപ്രധാനമായ കാര്യങ്ങളോ പുതിയ മാറ്റങ്ങളോ അറിയിക്കാൻ വേണ്ടി ആളുകൾക്ക് നൽകുന്ന ഒരു ഫോർമലായ അറിയിപ്പാണ് നോട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് OHP എന്നുള്ള ചോദ്യമാണ്. ഓവർഹെഡ് പ്രൊജക്ടർ ആണ്. ആൻഡ് ഓവർഹെഡ് പ്രൊജക്ടർ അഥവാ OHP എന്നത് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊജക്ട് ഇമേജസ് ഓർ ടെക്സ്റ്റ് ഓൺ ടു എ സ്ക്രീൻ. ഇമേജുകളോ ടെക്സ്റ്റുകളോ ഒരു സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഓഫൺ യൂസ്ഡ് ഇൻ പ്രസന്റേഷൻസ്. പലപ്പോഴും സെമിനാർ പ്രസന്റേഷനും ക്ലാസ് റൂം പ്രസന്റേഷനുകളിലൊക്കെ നമ്മളിത് ഈ OHP എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ട്. അടുത്തത് റെഡറിംഗ് ഫാലസി. എന്താണ് റെഡറിംഗ് ഫാലസി? Rhetoric is a literary device intended to mislead or distract from the actual issue or question at hand. നമ്മുടെ തൊട്ട് മുന്നിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആക്ച്വൽ ഇഷ്യൂ അതിൽ നിന്ന് നമ്മുടെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, തന്ത്രമാണ്, വാദമുഖം ഉന്നയിക്കുന്നയാൾ പ്രയോഗിക്കുന്ന ഒരു ആശയമാണ്. ഇഫ് ഡ്യൂറിംഗ് എ ഡിബേറ്റ് എ പേഴ്സൺ ഇസ് യൂസിംഗ് ദി സ്ട്രാറ്റജി, ഒരു ഡിബേറ്റിന്റെ സമയത്ത് ഒരു വ്യക്തി ഈ തന്ത്രം ഉപയോഗിക്കുകയാണ്. ടു മിസ്ലീഡ് ദ അതർ പേഴ്സൺ ടു ഡിസ്ട്രാക്ട് ഫ്രം ദ മെയിൻ ഇഷ്യൂ, മെയിൻ ഇഷ്യൂവിൽ നിന്ന് മറ്റേയാളുടെ ശ്രദ്ധ വഴിതിരിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ ഹി ഈസ് യൂസിംഗ് ദ റെഡ് ഹെറിംഗ് ഫാലസി, അയാൾ റെഡ് ഹെറിംഗ് ഫാലസി ഉപയോഗിക്കുന്നു എന്ന് പറയാം. ഇനി മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഇൻഫോം ഓർ എഡ്യൂക്കേറ്റ് ദ ഓഡിയൻസ്, ഓഡിയൻസിനെ ഇൻഫോം ചെയ്യുക അഥവാ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതാണ് മെയിൻ ഇഷ്യൂ. അതുപോലെ തന്നെ ടു പെർസ്വേഡ് ഓർ കൺവിൻസ് ദ ഓഡിയൻസ്, ഓഡിയൻസിനെ പ്രേരിപ്പിക്കുക എന്നതാണ് പ്രസന്റേഷന്റെ ഉദ്ദേശം. നമ്മുടെ പ്രസന്റേഷൻ കണ്ട് അയാൾ ആകൃഷ്ടരായിട്ട് അതിനോട് കൂടുതൽ ബോധ്യപ്പെടണം, ഈ കാര്യം നമ്മൾ പറയുന്നത് വസ്തുതയാണ്, ശരിയാണ് എന്ന്. ചിലപ്പോൾ അതിനായിരിക്കാം. ചില സമയത്ത് ടു എന്റർടൈൻ ഓർ എൻഗേജ് ദ ഓഡിയൻസ്, ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യുകയോ എൻഗേജ് ചെയ്യുകയോ ആയിരിക്കും നമ്മുടെ ഉദ്ദേശം ചിലപ്പോൾ. ഇനി എന്താണ് പ്രോജക്ട് റിപ്പോർട്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എ പ്രോജക്ട് റിപ്പോർട്ട് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദി പ്രോഗ്രസ്, ഫൈൻഡിങ്സ് ആൻഡ് ഔട്ട്കം ഓഫ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന്റെ പ്രോഗ്രസ്, ഫൈൻഡിങ്, ഔട്ട്കം ഇതൊക്കെ ഔട്ട്ലൈൻ നൽകാനായിരിക്കാം ചിലപ്പോൾ പ്രോജക്ട് റിപ്പോർട്ട്. അക്കാദമിക് റൈറ്റിംഗിൽ നമ്മൾ കാണിക്കേണ്ട കോഷനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. നമ്മൾ ജാഗ്രത കാണിക്കണം. കോഷൻ എന്ന് പറഞ്ഞാൽ ജാഗ്രതയാണ്. വി നീഡ് ടു എക്സസൈസ് കോഷൻ ഇൻ അക്കാദമിക് റൈറ്റിംഗ് ടു എൻഷുർ ആക്യുറസി, കൃത്യത ഉറപ്പുവരുത്താൻ. അവോയ്ഡ് പ്ലാജിയറിസം, അതുപോലെ തന്നെ സാഹിത്യത്തിലെ മോഷണമാണ് പ്ലാജിയറിസം. അത് നമ്മളത് വേറൊരാളുടെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അയാളുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ആശയം നമ്മൾ തട്ടിയെടുത്ത് നമ്മുടേതാക്കി അവതരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പ്ലാജിയറിസമാണ്, സാഹിത്യത്തിലെ മോഷണമാണ്. അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് കൊട്ടേഷൻ സൈറ്റ് ചെയ്യണം. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ജാഗ്രത കാണിക്കണം ആൻഡ് മെയിൻറ്റെയിൻ ഒബ്ജക്റ്റിവിറ്റി. അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഇതൊക്കെ നമ്മൾ സാഹിത്യ അക്കാദമിക്കായ കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ കാണിക്കേണ്ട മിനിമം ജാഗ്രതയാണ്, മിനിമം കോഷൻ ആണെന്ന് പറയാം. അടുത്ത ഫ്രാഗ്മെന്റേഷൻ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലക്സ് ഇൻഫർമേഷൻ ഓർ ഐഡിയാസ് ഇൻടു എ സ്മോളർ മോർ മീനിങ്ഫുൾ പാർട്സ്. കോംപ്ലക്സ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആശയങ്ങൾ കുറച്ചും കൂടി ചെറുതും മാനേജബിളുമായിട്ടുള്ള ഭാഗമായിട്ട് മുറിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി അവതരിപ്പിക്കുമ്പോൾ ആ സങ്കീർണത ഒഴിവാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാഗ്മെന്റേഷൻ എന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് കോട്ട് എന്താണ്? എ ഡയറക്റ്റ് കോട്ട് ഈസ് എ വെർബാറ്റിയം റിപ്രൊഡക്ഷൻ ഓഫ് സമ്മൺസ് വേർഡ്സ്. വേറൊരാൾ പറഞ്ഞ വാക്ക് പ്രതി വാക്ക്, അക്ഷരം പ്രതി അക്ഷരം അതേപടി അവതരിപ്പിക്കുകയാണെങ്കിൽ അതാണ് വെർബാറ്റിയം റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെ പറയുന്നതാണ് ഡയറക്റ്റ് കോട്ട്. ഓഫൺ യൂസ്ഡ് ടു ആഡ് എംഫസൈസ് ഓർ ക്രെഡിബിലിറ്റി ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിന്റെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് ഉപകരിക്കും. അടുത്തത് കൺക്ലൂഷൻ ആണ്. എ കൺക്ലൂഷൻ ഈസ് ദ ഫൈനൽ പാർട്ട് ഓഫ് എ ടെക്സ്റ്റ് ഓർ പ്രസന്റേഷൻ. ഒരു ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷന്റെ ഫൈനൽ പാർട്ടാണ്. ദാറ്റ് സമ്മറൈസസ് ദ മെയിൻ പോയിന്റ്സ് ആൻഡ് അത് മെയിൻ പോയിന്റ്സിനെ സമ്മറൈസ് ചെയ്യുന്നു. ആൻഡ് റീട്രേറ്റ്സ് ദ തെസിസ് ഓർ മെയിൻ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ മെയിൻ ആർഗ്യുമെന്റിന്റെ തെസിസിന്റെ മെയിൻ പോയിന്റിനെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോയിന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അക്കാദമിക് റൈറ്റിംഗ് എന്താണെന്നാണ് 17ാമത്തെ ചോദ്യം. അക്കാദമിക് റൈറ്റിംഗ് ഈസ് എ ഫോർമൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് യൂസ്ഡ് ഇൻ അക്കാദമിക് സെറ്റിംഗ്സ്. അക്കാദമിക് സെറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഫോർമൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ഒബ്ജക്ടിവിറ്റി, വസ്തുനിഷ്ഠതയാണ് അതിന്റെ സവിശേഷത. ക്ലാരിറ്റി, അതുപോലെ തന്നെ സ്പഷ്ടതയും വേണം. ആൻഡ് അഡ്ഹറൻസ് ടു സ്പെസിഫിക് കൺവെൻഷൻസ്. അതുപോലെ തന്നെ ചില നിശ്ചിതമായ കൺവെൻഷനുകൾ,
പരമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുകയും വേണം. അതിനോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് വേണം, അഡ്ഹെയർ ചെയ്ത് നിന്നുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അടുത്തത് 18ാമത്തെ ചോദ്യം, പർപ്പസ് ഓഫ് പ്രിവ്യൂയിങ്. നമ്മൾ ഒരു ടെക്സ്റ്റ് പ്രിവ്യൂ ചെയ്യുക, ഓടിച്ചൊന്ന് നോക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്തിനാണത്? മെയിൻ പോയിന്റ്സും അതിന്റെ ടെക്സ്റ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാക്കിയെടുക്കാനാണ് പ്രിവ്യൂയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് സന്ദർഭത്തിലാണ് അത് ആ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും, മൊത്തത്തിൽ കാര്യം ഒന്ന് മനസ്സിലായാൽ. ഒപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ ആശയം എളുപ്പത്തിൽ ഗ്രഹിക്കാനും അതുപോലെ തന്നെ മെറ്റീരിയലിനെ മൊത്തത്തിൽ ഒന്ന് എൻഗേജ് മനസ്സതിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കും. നമ്മളൊരു പുസ്തകം വാങ്ങി, ആ പുസ്തകം മൊത്തത്തിൽ അതിന്റെ ഇൻഡെക്സും അതിന്റെ ചാപ്റ്ററുകളും അതിന്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ എടുക്കില്ലേ, അതൊരു പ്രിവ്യൂയിങ്ങിന്റെ ടെക്നിക്കാണ്. പ്രിവ്യൂയിങ് എ ടെക്സ്റ്റ് ഹെൽപ്സ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഐഡിയാസ്. മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കവും മനസ്സിലാവുന്നു. മേക്കിംഗ് ഇറ്റ് ഈസിയർ, അപ്പോൾ അത്രയും മനസ്സിലാവുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ എളുപ്പമായി. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു കോംപ്രഹെൻഡ്. കോംപ്രഹെൻഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കിയെടുക്കുക, ആശയഗ്രഹണം. ആൻഡ് എൻഗേജ് വിത്ത് ദ മെറ്റീരിയൽ, പിന്നെ ആ മെറ്റീരിയലുമായിട്ട് മനസ്സ് ഇണങ്ങുന്നു, എൻഗേജ്ഡ് ആവുന്നു. അടുത്തത് സൈൻ പോസ്റ്റിംഗ്. എന്താണ് സൈൻ പോസ്റ്റിംഗ്? റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ്. ചില പ്രത്യേക വാക്കുകൾ, സൈൻ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക ഫ്രേസസ് ഉപയോഗിച്ചുകൊണ്ട് വായനക്കാരനെ ഒരു ടെക്സ്റ്റിലൂടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇൻഡിക്കേറ്റിംഗ് ദ സ്ട്രക്ചർ, അതായത് ടെക്സ്റ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ കണ്ടന്റ്, അതിന്റെ കണ്ടന്റ് നമ്മൾ ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ആക്യുറസിയാണ്. ആക്യുറസി റെഫേഴ്സ് ടു ദ പ്രിസിഷൻ ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ നൽകുന്ന ഇൻഫർമേഷന്റെ സംക്ഷിപ്തതയും അതിന്റെ ശരിമയുമാണ്. ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റയുടെ ഓർ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയുടെ യൂസ്ഡ് ഇൻ എ ടെക്സ്റ്റ് ഓർ പ്രസന്റേഷൻ, ഒരു ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷനിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ഇവാലുവേഷൻ ഓഫ് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സിന്റെ ഇവാലുവേഷനെ കുറിച്ചാണ്. ഇവാലുവേറ്റിംഗ് ആൻ ആർഗ്യുമെന്റ് ഇൻവോൾവ്സ്. ഒരു ആർഗ്യുമെന്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അനലൈസിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എ ക്ലെയിം ഓർ പൊസിഷൻ. ഒരു ക്ലെയിമിന്റെ, ഒരു പൊസിഷന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുക എന്നതാണ്. കൺസിഡറിങ് എവിഡൻസ്, ലോജിക് ആൻഡ് പൊട്ടൻഷ്യൽ ബയാസിസ്. അതിന്റെ എവിഡൻസ്, ലോജിക്ക്, പൊട്ടൻഷ്യലായ ബയാസ്, അതായത് പക്ഷപാതപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇതിനൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. പക്ഷപാതപരമായിട്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞേക്കണമെങ്കിൽ അത് സ്ട്രെങ്ത് ഇല്ലാത്ത ആർഗ്യുമെന്റ് ആണെന്ന് പറയാൻ സാധിക്കും. എവിഡൻസിന്റെ സപ്പോർട്ട് ഇല്ലാത്ത ആർഗ്യുമെന്റ് വളരെ സ്ട്രെങ്ത് ഇല്ലാത്ത ആർഗ്യുമെന്റ് ആണ്. ലോജിക്ക് ഇല്ലാത്ത ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചാൽ അത് സ്ട്രെങ്ത് ഇല്ല. അപ്പൊ ഒരു ആർഗ്യുമെന്റ് ഒരാൾ മുന്നോട്ട് വെച്ചാൽ അത് എത്രമാത്രം സ്ട്രെങ്ത് ഉള്ളതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, ആർഗ്യുമെന്റ്. അതാണ് ആർഗ്യുമെന്റിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്, വിലയിരുത്തൽ എന്ന് പറയുന്നത്. അടുത്തത് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്നാണ്. എന്താണ് പോസ്റ്റ് ഹോക്ക് ഫാലസി? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ വാദമുഖം ഉന്നയിക്കുന്നതിലെ പിഴവിനെയാണ് എറർ ഇൻ ആർഗ്യുമെന്റ്, റീസണിങ് ആർഗ്യുമെന്റ് ആണെന്ന് പറയുന്നത് ഫാലസി എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് ഹോക്ക് ഫാലസി എന്നുള്ളത് വേറൊരു തരം ഫാലസിയാണ്. ദിസ് ഫാലസി അസ്യൂംസ് ദാറ്റ് ബിക്കോസ് ഓഫ് വൺ ഇവന്റ് ഫോളോസ് ദ അതർ. ഒരു സംഭവം നടന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി മറ്റൊരു സംഭവം നടക്കുന്നു എന്ന രീതിയിലാണ് പറയുക. ഓക്കെ, ദ ഫസ്റ്റ് ഇവന്റ് മസ്റ്റ് ഹാവ് കോസ്ഡ് ദ സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് ഇവന്റ് ആണ് സെക്കൻഡ് ഇവന്റിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, എന്നൊക്കെ ഞാൻ നീല ഷർട്ട് ഇട്ടോ അന്നൊക്കെ ഞാൻ തട്ടി വീണിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സംഭവം, നീല ഷർട്ട് ഇടുക എന്ന സംഭവവും തട്ടി വീഴൽ എന്ന സംഭവവും തമ്മിൽ എന്തോ ഒരു തുടർ കണക്ഷൻ ഉള്ളതുപോലെയാണ് ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇതൊരു ഫാലസിയാണ്, ഇതൊരു ന്യായമായ ആർഗ്യുമെന്റ് ഒന്നുമല്ല. അപ്പോ എന്താണ്, ഇനി സെക്ഷൻ സി ആണ് അടുത്തത്. 4 മാർക്കിന്റെ ഉത്തരങ്ങളാണ്. ഒരു പ്രസന്റേഷൻ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആദ്യം അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. ഗ്രാബ് ദ ഓഡിയൻസ് അറ്റൻഷൻ. ആ ഇൻട്രൊഡക്ഷന്റെ സമയത്ത് തന്നെ നമ്മൾ ഓഡിയൻസിന്റെ അറ്റൻഷൻ തട്ടിയെടുക്കണം. ആൻഡ് ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക്. എന്നിട്ട് ആ ടോപ്പിക് നമ്മൾ പറയണം. അടുത്തത് ബോഡി പ്രസന്റേഷൻ ആണ്. അതായത് മെയിൻ ഐഡിയാസും സപ്പോർട്ടിങ് എവിഡൻസും കൊടുക്കേണ്ട സമയമാണ് ആ സമയം. അത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് കൺക്ലൂഷൻ കൊടുക്കണം. സമ്മറി ആയിട്ട് അതിനെ ചുരുക്കി പറയണം. സമ്മറൈസ് ദ മെയിൻ പോയിന്റ്സ് ആൻഡ് റീട്രേറ്റ് ദ തെസിസ്. ആ തെസിസിനെ ഒന്നുകൂടി അവരുടെ മനസ്സിൽ ഉറപ്പിക്കണം. 24ാമത്തെ ചോദ്യം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചാണ്. നോൺ വെർബൽ കൂസ് സച്ച് ആസ് ബോഡി ലാംഗ്വേജ്. നോൺ വെർബൽ ആയിട്ട് നമ്മൾ വാക്കുകൊണ്ടല്ല, നമ്മുടെ മുഖഭാവം പോലും നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ആശയം, മനസ്സിലിരിപ്പ്, നമ്മുടെ ദേഷ്യം, സങ്കടം ഒക്കെ വെളിവാക്കുന്നുണ്ട്. ഇത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖത്തെ ഭാവങ്ങൾ ആൻഡ് ടോൺ ഓഫ് വോയിസ്, നമ്മുടെ ശബ്ദത്തിന്റെ സ്വരം മാറുന്നത് പോലും മനസ്സിലാക്കാം. നമ്മൾ മറ്റൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ അത്ര നല്ല സുഖത്തിലല്ല മറുപടി പറയുന്നതെന്ന് കേൾവിക്കാരന് മനസ്സിലാവേ. സോ ഇറ്റ് കൺവേസ് മീനിങ്. അത് അർത്ഥത്തെ കൺവേ ചെയ്യുന്നുണ്ട്, നമ്മുടെ മുഖഭാവത്തെ. അപ്പൊ വാക്ക് പറഞ്ഞോ? ഇല്ല, ഒരു വാക്കും പറഞ്ഞില്ല, മുഖഭാവം ഒന്ന് മാറിയതേ ഉള്ളൂ. ആൻഡ് ഇമോഷൻസ് വിത്തൗട്ട് വേർഡ്സ്. കണ്ടോ? മീനിങ് ഓഫ് ഇമോഷൻസ് കൺവേ ചെയ്യുന്നു വാക്കുകളില്ലാതെ തന്നെ. ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഉദാഹരണം. ഇനി വാക്കുകൾ ഉപയോഗിക്കാതെ എന്നാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആംഗ്യം ഉപയോഗിക്കുന്നത്, ജസ്റ്ററുകൾ ഉപയോഗിക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അടുത്തത് ഗൈഡ് ലൈൻസ് ഫോർ ക്രിയേറ്റിംഗ് എ ക്വസ്റ്റ്യനെയർ. ഒരു ചോദ്യാവലി തയ്യാറാക്കുന്നതിനുള്ള ഗൈഡ് ലൈനുകളാണ് അടുത്തത്. ക്ലിയർലി ഡിഫൈൻ ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുക.
യൂസ് സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ്. വളരെ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക. അവോയ്ഡ് ലീഡിങ് ഓർ ബയാസ്ഡ് ക്വസ്റ്റ്യൻസ്. പക്ഷപാതപരമായ ചോദ്യങ്ങളെ ഒഴിവാക്കുക.